ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ സ്പ്ലെൻഡർ ഫാൾസ് എന്നതും ലേഡി ഓഫ് ഷാലറ്റ് എന്നതും രണ്ട് കവിതകൾ നമുക്ക് പ്രധാനമായും ഇവിടെ പഠിക്കാനുണ്ട് ഈ യൂണിറ്റിൽ. ഇവിടെ നമുക്ക് ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ was a towering figure of the Victorian era, renowned for his mastery of language and his profound exploration of the human experience. മാനുഷിക അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ അഗാധമായ ഗവേഷണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു ഉത്തുംഗ ഗോപുരമായിട്ട്, ഒരു ടവറിംഗ് ഫിഗറായിട്ട് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ അറിയപ്പെടുന്നു. As the poet laureate of the United Kingdom during much of Queen Victoria's reign, വിക്ടോറിയ മഹാറാണിയുടെ കാലഘട്ടത്തിൽ ഒരു ആസ്ഥാന കവി എന്ന നിലയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. അതുകൊണ്ട് ടെന്നിസൺസ് വർക്ക്സ് നോട്ട് ഓൺലി റിഫ്ലക്റ്റഡ് ദ വാല്യൂസ് ആൻഡ് ആങ്സൈറ്റീസ് ഓഫ് ഹിസ് ടൈം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രമുഖമെന്ന് കരുതപ്പെടുന്ന മൂല്യങ്ങളെ പ്രതിഫലിപ്പിച്ചു എന്നത് മാത്രമല്ല, ഉത്കണ്ഠകളെ രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ കണ്ടിന്യൂ ടു ക്യാപ്റ്റിവേറ്റ് റീഡേഴ്സ് വിത്ത് ദർ ലിറിക്കൽ ബ്യൂട്ടി. അതിൻ്റെ വരികളുടെ കാവ്യഭംഗി കൊണ്ട് വായനക്കാരനെ, ആസ്വാദകനെ ഇന്നും അവ ക്യാപ്റ്റിവേറ്റ് ചെയ്തിരിക്കുന്നു, ആകർഷിച്ച് കരസ്ഥമാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ ലിറിക്കൽ ബ്യൂട്ടി മാത്രമല്ല, അതിൻ്റെ തത്വചിന്താപരമായ ആഴമുണ്ട്, ഫിലോസഫിക്കൽ ഡെപ്ത് ഉണ്ട്, ഇമോഷണൽ റെസൊണൻസ് ഉണ്ട്, വൈകാരികമായ പ്രതിധ്വനികളുണ്ട്. ഫ്രം ദ മെലങ്കാളിക് മ്യൂസിങ്സ് ഓഫ് ദ ലേഡി ഓഫ് ഷാലറ്റ് ടു ദ എപ്പിക് ഗ്രാൻഡർ ഓഫ് ഐഡിയൽസ് ഓഫ് ദ കിങ്, അതായത് ലേഡി ഓഫ് ഷാലറ്റ് എന്നുള്ള ലോർഡ് ടെന്നിസന്റെ പ്രശസ്തമായ ഒരു കവിതയാണ്. അത് ശോകാർദ്രമായ ഭാവം തളം കെട്ടി നിൽക്കുന്നതാണ്. ആ കവിത മുതൽ അതിപ്രൗഢഗംഭീരമായ സന്തോഷാഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് ഐഡിയൽസ് ഓഫ് ദ കിങ്. ഒരു എപ്പിക് ഗ്രാൻഡർ ആണ് അതിലുള്ളത്. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എന്ന രീതിയിൽ ഈ രണ്ടറ്റങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കവിതകളുമായി മുന്നോട്ട് പോകാനായിട്ട് ടെന്നിസന് കഴിഞ്ഞിട്ടുണ്ട്. Tennyson's poetry remains a testament to his enduring legacy as one of the greatest poets of the Victorian age. വിക്ടോറിയ റാണിയുടെ കാലഘട്ടത്തിലെ ഒരു പ്രശസ്ത കവി എന്ന നിലയിൽ ഒരു താൻ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൈതൃകം അവശേഷിപ്പിച്ചു പോകുന്നതിൻ്റെ സാക്ഷ്യപത്രമായിട്ട് നമുക്ക് ടെന്നിസന്റെ കവിതകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺസ് വർക്ക്സ് എംബോഡി ദ എസൻസ് ഓഫ് ദ വിക്ടോറിയൻ എറ. വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ പ്രതിനിധീകരണമാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ കൃതികൾ നമുക്ക് അവതരിപ്പിക്കുന്നത്. മാസ്റ്റർഫുള്ളി ബ്ലെൻഡിങ് ക്ലാസിക്കൽ ആൻഡ് മെഡീവൽ തീംസ് വിത്ത് മോഡേൺ സെൻസിബിലിറ്റീസ്. അതായത് ക്ലാസിക്കൽ കാലഘട്ടത്തിൻ്റെയും മധ്യകാലഘട്ടത്തിൻ്റെയും പ്രമേയങ്ങളാണ് പലപ്പോഴും, എങ്കിലും അവയെ ആധുനിക ചിന്താഗതികളുമായിട്ട്, ആധുനിക ചിന്തകളുമായി കോർത്തിണക്കുന്നതിൽ അദ്ദേഹം മികവ് കാണിച്ചിട്ടുണ്ട്. His poetry is historical continuity and nuanced exploration of human experience. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ചരിത്രപരമായ തുടർച്ചയും ഒപ്പം തന്നെ മാനുഷികാനുഭവങ്ങളുടെ സൂക്ഷ്മ പരിശോധനകളും റെസൊനേറ്റ് വിത്ത് റീഡേഴ്സ്, വായനക്കാരുമായിട്ട് അവ സംവദിക്കുന്നത്. ഓഫറിംഗ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ട്രയംഫ്സ് ആൻഡ് ട്രൈബുലേഷൻസ് ഓഫ് ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ വിജയങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികളെയും വായനക്കാരന് നൽകുന്നുണ്ട്, അതിലേക്ക് ഗണ്യമായ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ത്രൂ ഹിസ് റിച്ച് ആൻഡ് ഇവോക്കേറ്റീവ് വേഴ്സ്, വളരെ സമ്പന്നവും അതുപോലെ തന്നെ നമ്മളെ ഉണർത്തുന്നതുമായ വരികളിലൂടെ ടെന്നിസൺ ലീവ്സ് ആൻഡ് എൻഡ്യൂറിംഗ് ലെഗസി. ടെന്നിസൺ നൽകുന്നത് എവർലാസ്റ്റിംഗ് ആയ ഒരു പാരമ്പര്യമാണ്, പൈതൃകമാണ്. സിമെന്റിംഗ് ഹിസ് പൊസിഷൻ ആസ് എ റെപ്രസെന്റേറ്റീവ് പോയറ്റ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ പ്രതിനിധിയായ കവി എന്ന നിലയിലൂടെ തന്റെ സ്ഥാനം അദ്ദേഹം അരക്കിട്ടുറപ്പിക്കുകയാണ്, സിമെന്റ് ചെയ്യുകയാണ് എന്ന് പറയാം. ദ സ്പ്ലെൻഡർ ഫാൾസ് ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. അടുത്തത് കവിതയിലെ വരികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കോട്ടമതിലിന്മേല് പ്രൗഢമായ പ്രകാശകിരണങ്ങൾ വന്നു പതിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നതിലാണ് നമുക്ക് അതിന് മറ്റൊരർത്ഥത്തിൽ കൂടെ ചിന്തിക്കേണ്ടത്. ദ സ്പ്ലെൻഡർ ഫാൾസ് ഓൺ കാസിൽ വാൾസ്. കോട്ടമതിലിന്മേല് പ്രൗഢ പ്രകാശം വന്നു പതിക്കുന്നു. ആൻഡ് സ്നോയി സമിറ്റ്സ് ഓൾഡ് ഇൻ സ്റ്റോറി. അതുപോലെ തന്നെ അവിടെ മാത്രമല്ല, ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളുടെ സമിറ്റ്, അതിൻ്റെ ആ തുഞ്ചിയിലും പോലും ഈ പ്രകാശം വന്ന് പതിക്കുന്നു, പഴയ കഥകൾ എന്നും പറയുന്നു. ഇത് ചരിത്രത്തിലെ പഴയ ഏടുകളിലാണ് കോട്ടകളൊക്കെ കാണാൻ കഴിയുന്നത്. ദ ലോങ് ലൈറ്റ് ഷെയ്ക്സ് അക്രോസ് ദ ലേക്സ്. ഈ കോട്ടയ്ക്ക് ഈ കാസിലിനരികിലായി തടാകമുണ്ട്. തടാകത്തിൽ സൂര്യാസ്തമയത്തിന്റെ നിഴലുകളാവാം, സ്വർണവർണ്ണമായ നിഴലുകളാവാം.
അവ വന്ന് വീണിട്ട് പ്രകാശം വന്ന് പതിക്കുമ്പോൾ കോട്ടയുടെ നിഴല് തടാകത്തിൽ പതിക്കുന്നതാവാം, പക്ഷെ അവ ഇളകുന്നുണ്ട് എന്ന്. വളരെ ദൂരത്തിൽ, ചരിത്രത്തിന്റെ ദൂര കാലഘട്ടത്തിലാണ് ഈ കോട്ടകളൊക്കെ ഇന്ന് നമുക്ക് കാണാനാവുക. അവിടെ നിന്നുകൊണ്ട് ഇങ്ങ് ദൂരേക്ക് നമ്മുടെ കണ്ണിലേക്ക് അവ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ആ കോട്ടയുടെ നിഴലുകളിലേക്ക് കാഴ്ച എത്തണമെങ്കിൽ അത് വളരെ നീണ്ട നിഴലുകളായിരിക്കണം എന്ന് പറയുകയാണ്. പക്ഷെ അവയും ചിലയിടത്തൊക്കെ ഇളകിപ്പോകുന്നുണ്ട്, വ്യക്തത കുറയുന്നുണ്ട്. തടാകക്കരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ദ വൈൽഡ് കാറ്ററാക്ട് ലീവ്സ് ദ ഗ്ലോറി. പിന്നെ കാറ്ററാക്ട് എന്നതിന് വാട്ടർഫോൾ എന്നാണ് ഇവിടെ അർത്ഥം. ഈ ആ കാട്ട് വെള്ളച്ചാട്ടം അതിന്റെ മഹത്വം കൈവിട്ട് ഇതാ ഒരു പരന്ന് ഒരു ചെറിയ അരുവിയായി ഒഴുകുന്നു. ബ്ലോ ബ്യൂഗിൾ ബ്ലോ സെറ്റ് ദ വൈൽഡ് എക്കോസ് ഫ്ലൈങ്. ഇത്രയും പശ്ചാത്തലങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനി ശബ്ദത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കവിതയുടെ ഈ പ്രൗഢഗംഭീരമായ ജിയോഗ്രഫിക് സീനറിയുടെയും മനുഷ്യനിർമ്മിതിയുടെയും പുരാണ കഥയുടെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് അവിടേക്ക് അദ്ദേഹം ശബ്ദത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ബ്യൂഗിളിന്റെ ആ പ്രൗഢഗംഭീരമായ ശബ്ദം, കോട്ടമതിലിനരികിൽ ആ ബ്യൂഗിളിന്റെ ആ ശബ്ദവും കൂടിയാകുമ്പോൾ അത് ഒരു ഗാംഭീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ബ്യൂഗിളിനോട് തന്നെ പാടാൻ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാൻ പറയുന്നു. അതിന്റെ എന്നിട്ട് ഇങ്ങനെ വൈൽഡ് എക്കോസ്, വന്യമായിട്ടുള്ള പ്രതിധ്വനികൾ ഇവിടെ അന്തരീക്ഷത്തിലെങ്ങും പറക്കട്ടെ എന്ന് പറയുന്നു. സെറ്റ് ദ വൈൽഡ് എക്കോസ് ഫ്ലൈയിങ് എന്ന് പറയുന്നു. ബ്ലോ ബ്യൂഗിൾ ആൻസർ എക്കോസ് ഡൈയിങ് ഡൈയിങ് ഡൈയിങ്. എന്നിട്ട് പറയുന്നു ബ്യൂഗിള് വീണ്ടും ബ്ലോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ പ്രതിധ്വനിയായിട്ട് എക്കോ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ആ മറുപടികളെല്ലാം ഡൈയിങ് 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 അഥവാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഹിയർ ആർ ദ ലൈൻസ് അഗെയിൻ. ഓ ഹാർക്ക്, ഹാർക്ക് എന്നതിന് ലിസൺ എന്നാണ് അർത്ഥം. ഓ ശ്രദ്ധിക്കൂ. ഓ ഹിയർ, ഹൗ തിൻ ആൻഡ് ക്ലിയർ. എത്ര നേർത്ത ശബ്ദമാണിത്, എത്ര വ്യക്തമായ ശബ്ദമാണിത്. ആൻഡ് തിന്നറർ ക്ലിയറർ ഫാർദർ ഗോയിങ്. കൂടുതൽ നേർത്തത്, കൂടുതൽ വ്യക്തമായത്, കൂടുതൽ അകലേക്ക് മാഞ്ഞു പോകുന്നു. ഓ സ്വീറ്റ് ആൻഡ് ഫാർ ഫ്രം ക്ലിഫ് ആൻഡ് സ്കാർ. മധുരതരമായത്. ഓ സ്വീറ്റ് ആൻഡ് ഫാർ ഫ്രം ക്ലിഫ് ആൻഡ് സ്കാർ. പാറക്കെട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കാർ. എന്താണ് സ്കാർ എന്ന് പറയുന്നത്? ചെങ്കുത്തായ പാറക്കെട്ടുകളും മലകളും ഒക്കെ ഉള്ള ഒരു ഭൂപ്രദേശത്തെയാണെന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെ മധുരതരമായ ആ പ്രതിധ്വനി മുഴങ്ങി കേൾക്കുന്നു എന്ന് പറയാൻ. പക്ഷെ ആ പ്രതിധ്വനി വളരെ തിന്നാണ്, പക്ഷെ ക്ലിയർ ആണ് എന്ന് പറയാൻ. പക്ഷെ അത് ദൂരേക്ക് മാഞ്ഞു പോകുന്നുമുണ്ട്. ഫാർദർ ഗോയിങ് ആണ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഹോൺസ് ഓഫ് എൽഫ് ലാൻഡ് ഫെയിൻലി ബ്ലോവിങ്. എൽഫ് ലാൻഡ്, എൽസ് എന്ന് പറയുന്നത് ഒരുതരം യക്ഷികൾ, അപ്സരസുകൾ എന്നൊക്കെ പറയുന്ന യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലെ ഒരു വെളുത്ത ഗൗണ് പോലുള്ള ഉടുപ്പൊക്കെ ധരിച്ച് ഒരു മാജിക്കൽ പവറൊക്കെ ഉള്ള ഒരു കന്യകകളെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു രൂപമാണെന്ന് പറയാൻ സാധിക്കും. ക്രീച്ചേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ ആ എൽഫുകൾ ഒരുമിച്ച് കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു ഇടമായിരിക്കാം എൽഫ് ലാൻഡ്. ഇതൊക്കെ സാങ്കല്പികമായ ഫിക്ഷൻ ആണെന്ന് ഓർക്കണം. ഈ എൽഫ് ലാൻഡിലെ കൊമ്പ് വാദ്യങ്ങൾ മുഴങ്ങുന്നു. മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഹോൺ. അത് ഫെയിൻലി ബ്ലോയിങ്, നേർത്തതായി അത് ആ കൊമ്പ് വാദ്യങ്ങളുടെ മുഴക്കം കേൾക്കാം. ഇതിനകത്തൊരു മിസ്റ്റിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കവി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പറയാം. ബ്ലോ ലെറ്റസ് ഹിയർ ദ പർപ്പിൾ ഗ്ലൻസ് റിപ്ലൈങ്. വീണ്ടും ആ ശബ്ദം മുഴങ്ങട്ടെ, നമുക്ക് കേൾക്കാം. ഒരു പർപ്പിൾ ഗ്ലൻസ് മറുപടി പറയുന്നു. ഓ ഹാർക്ക്, ഹാർക്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അല്ലയോ ശ്രദ്ധിക്കുക. ഓ ഹിയർ ഹൗ തിൻ ആൻഡ് ക്ലിയർ. എത്ര നേർത്തതാണ്, എത്ര തെളിമയുള്ളതാണ്. ഹൗ തിൻ ആൻഡ് ക്ലിയർ ആൻഡ് തിന്നറർ ക്ലിയറർ ഫാർദർ ഗോയിങ്. ഇതിന്റെ അനാലിസിസ് നോക്കുമ്പോൾ ഇതിലെ കുറെ ബിംബങ്ങളുണ്ട്. അതിന്റെ പശ്ചാത്തല ചിത്രീകരണം അഥവാ സെറ്റിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കണം. ദ സ്പ്ലെൻഡർ ആൻഡ് ഫാൾസ് ഓൺ കാസിൽ വാൾസ് എന്നാണ് നമ്മുടെ ആദ്യത്തെ വരികൾ. ദ പോയം സ്റ്റാർട്ട്സ് ബൈ ഡിസ്ക്രൈബിങ് എ ബ്യൂട്ടിഫുൾ മാജസ്റ്റിക് സീൻ വിത്ത് സ്പ്ലെൻഡർ. മനോഹരമായ ശോഭായമാനമായ തെളിമയുള്ള സ്വർണ്ണവർണ്ണമാർന്ന റേഡിയൻ ലൈറ്റിനെ ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് എവിടെയാണ്? കാസിൽ വാളിൽ വന്ന് വീഴുന്നതായിട്ടാണ്. അതായത് കോട്ട മതിലിന്മേൽ വന്ന് വീഴുന്നു. ഇവോക്കിംഗ് എ സെൻസ് ഓഫ് ഗ്രാൻഡർ ആൻഡ് ഹിസ്റ്ററി. ഒരു വശത്ത് ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കുന്നുണ്ട്, മറുവശത്ത് ഗ്രാൻഡർ. എന്താണ് ഗ്രാൻഡർ എന്ന് പറയുന്നത്? അതിന്റെ പ്രൗഢിയാണ്. അത് ആ പ്രൗഢിയുടെ ഓർമ്മയും ഉണർത്തുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. ആൻഡ് സ്നോയി സമിറ്റ്സ് ഓൾഡ് ഇൻ സ്റ്റോറി. അതുപോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഉത്തുംഗമായിട്ടുള്ള സമിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പഴയ കഥയാണെന്ന് പറയുന്നു. ആൻഡ് ടു ദ പിക്ചറസ്ക് സീനറി ആൻഡ് ഓൾഡ് ഇൻ സ്റ്റോറി സജസ്റ്റ് ദാറ്റ്. ഇത് വർണ്ണാഭമായ പ്രകൃതി സൗന്ദര്യങ്ങളുടെ ദൃശ്യങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓൾഡ് ഇൻ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രയോഗം സൂചന നൽകുന്നത്
The olden story expression suggests that these mountains have a rich history. ഈ മലകൾക്കൊക്കെ ഒരു സമ്പന്നമായ പുരാതന കഥ പറയാനുണ്ട്. ആൻഡ് പെർഹാപ്സ് ഈവൻ മിത്തോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ഈ പുരാവൃത്തവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള മലകളായിരിക്കാം എന്നർത്ഥം. ദി ലോങ് ലൈറ്റ് ഷെയ്ക്സ് അക്രോസ് ദ ലേക്സ്. നീണ്ട പ്രകാശം ഇവിടെ തടാകത്തിൽ ഓളങ്ങളിൽ ഇളകിയാടുന്നു. The long light likely refers to the sunset or the golden light of the setting sun. എന്താണ് ഈ ലോങ് ലൈറ്റ് എന്ന് പറയുന്നത്? അസ്തമയ സൂര്യന്റെ സ്വർണ്ണവർണ്ണമായ വെളിച്ചത്തെ തന്നെ ആയിരിക്കാം, വിച്ച് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് മൂവ്മെന്റ്. ഇത് ഒരു ചലനം, തടാകത്തിലേക്ക് ആ വെളിച്ചം വീശുമ്പോൾ നിഴലുകൾ ചലിക്കുന്നുവെന്നോ പ്രകാശം ചലിക്കുന്നുവെന്നോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഷെയ്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് ആൻഡ് എക്കോസ് ആണ് അടുത്ത ഇമേജ് എന്ന് പറയുന്നത്. ശബ്ദവും പ്രതിധ്വനിയും ഇമേജ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ദ വൈൽഡ് കാറ്ററാക്ട് ലീവ്സ് ദ ഗ്ലോറി. അതുപോലെ തന്നെ കാട്ട് വെള്ളച്ചാട്ടം അതിന്റെ മഹത്വം കൈവിടുന്നു എന്ന് പറയുന്നിടത്ത് നോക്കുക. എ കാറ്ററാക്ട് ഈസ് എ ലാർജ് വാട്ടർഫോൾ. വലിയ വെള്ളച്ചാട്ടമാണ് കാറ്ററാക്ട്. ആൻഡ് ലീവ്സ് ദ ഗ്ലോറി മൈറ്റ് സജസ്റ്റ് ദാറ്റ് ദ വാട്ടർഫാൾ ഈസ് സറൗണ്ടഡ് ബൈ എ മിസ്റ്ററി, ഗ്ലോറി ഓർ ഔറ. ആ വെള്ളച്ചാട്ടം എത്ര ശക്തമായ പ്രവാഹമായിട്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. പക്ഷെ അത് താഴെ എത്തിക്കഴിയുമ്പോഴേക്കും അതിന്റെ അവിടെ നിന്ന് ഒരു മിസ്റ്റ് ഉയരുന്നുണ്ട്. ആ മിസ്റ്റ് ഇതിനകത്ത് ഒരു ഔറ, ഒരു പ്രകാശത്തിന്റെ പ്രഭാവലയം ഉണ്ടാവുന്നുണ്ട്. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ പ്രൗഢി മാഞ്ഞില്ലാതാകുന്നുണ്ട്. അതാണ് പറയാ. ബ്ലോ ബ്യൂഗിൾ ബ്ലോ സെറ്റ് ദ വൈൽഡ് എക്കോസ് ഫ്ലൈയിങ് എന്ന് വീണ്ടും ബ്യൂഗിളിനോട് ഒരിക്കൽ കൂടി ശബ്ദിക്കാൻ പറയുന്നുണ്ട്. കാട്ട് പ്രതിധ്വനികൾ ഉയരട്ടെ എന്ന് പറയുന്നു, അന്തരീക്ഷത്തിൽ പറക്കട്ടെ എന്ന് പറയുന്നു. ദ ബ്യൂഗിൾ കോൾ ഈസ് എ സഡൻ ഡ്രമാറ്റിക് ഇന്ററപ്ഷൻ ദാറ്റ് സെറ്റ്സ് ദ എക്കോസ് ഫ്ലൈയിങ്. എന്താണ് നിശബ്ദമായ ഈ പ്രൗഢോജ്വലതയുടെ കാഴ്ചയുടെ കഥ പറയുന്ന ഈ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ശബ്ദം കടന്നു വരികയാണ്. ശബ്ദത്തിന്റെ ഇന്ററപ്ഷൻ ഇവിടെ നാടകീയത സൃഷ്ടിക്കുന്നുണ്ട്. ആ ഇടപെടൽ ദാറ്റ് സെറ്റ്സ് ദ എക്കോസ് ഫ്ലൈയിങ്, അത് പ്രതിധ്വനികളെ പറത്തി വിടുന്നുണ്ട്. ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് അർജൻസി ആൻഡ് എനർജി. ഇതൊരു അർജൻസി, അടിയന്തരാവസ്ഥയിൽ പറക്കേണ്ട എന്തോ അത്യാവശ്യം സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഒപ്പം തന്നെ അവ മൂവ്മെന്റ് കൊണ്ട് എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും കവിതയുടെ ഈ വരികൾക്ക് കഴിയുന്നുണ്ട്. ബ്ലോ ബ്യൂഗിൾ ആൻസർ എക്കോസ് ഡൈയിങ് ഡൈയിങ് ഡൈയിങ്. ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഡൈയിങ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഫെയ്ഡിങ് അവേ. ഈ ഡൈയിങ് എന്ന വാക്ക് ആവർത്തിക്കുന്നതിലൂടെ മാഞ്ഞില്ലാതായി പോകുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും സാവധാനത്തിൽ കെട്ടടങ്ങി പോകുന്ന ഒരു ശബ്ദത്തിന്റെയും അല്ലെങ്കിൽ ഒരു പ്രൗഢിയുടെയും പ്രഭയുടെയും ഒക്കെ ഒരു ചിത്രീകരണം കൂടി നടത്തുന്നുണ്ട്. ആസ് ദ എക്കോസ് ആർ സ്ലോലി ഡിസപ്പിയറിംഗ് ഇൻ ടു ദ ഡിസ്റ്റൻസ്. പ്രതിധ്വനികൾ സാവധാനത്തിൽ വിദൂരതയിൽ അപ്രത്യക്ഷമാവുന്നു. Themes and emotions. The poem explores the themes of beauty, transience and passing of time. ഈ കവിത എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? സൗന്ദര്യം, അതുപോലെ തന്നെ ക്ഷണികത, പിന്നെ സമയത്തിന്റെ കടന്നുപോക്ക് എന്നിവയാണ്. സ്പ്ലെൻഡർ, ലൈറ്റ് ആൻഡ് ഗ്ലോറി ആർ ഓൾ ഫ്ലോറിംഗ്. മഹത്വം, പ്രകാശം, അതുപോലെ തന്നെ പ്രഭ, ഇതൊക്കെ എല്ലാം പറന്ന് പോവുകയാണ്. ആൻഡ് ദ എക്കോസ് ഫെയ്ഡ് അവേ. അതുപോലെ തന്നെ പ്രതിധ്വനികൾ മങ്ങിയില്ലാതാകുന്നു. ദ പോയം ഓൾസോ ഇവോക്സ് എ സെൻസ് ഓഫ് നൊസ്റ്റാൾജിയ ആൻഡ് ലോങ്ങിങ്. കവിത ഉണർത്തുന്നത് എന്താണ്? ഒരു സെൻസ് ഓഫ് നൊസ്റ്റാൾജിയ, അതുപോലെ തന്നെ ലോങ്ങിങ്, ഇതൊക്കെയാണ്. ആസ് ഇഫ് ദ സ്പീക്കർ ഈസ് മോർണിംഗ് ദ ലോസ് ഓഫ് സംതിങ് ബ്യൂട്ടിഫുൾ. കവി ഏതോ മനോഹരമായ ഒന്ന് തനിക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തുള്ള ദുഃഖാചരണത്തിലാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതാണ് ഈ കവിതയിൽ ഉണർത്തുന്ന ഗൃഹാതുരത്വത്തിന്റെ മൂഡ് എന്ന് പറയുന്നത്. ഓവറോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ദിസ് പോർഷൻ ഓഫ് ദ പോയം ഈസ് എ ബ്യൂട്ടിഫുൾ ഇവോക്കേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നാച്ചുറൽ സീൻ. ഈ കവിത എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വർണ്ണനയാണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ. വിത്ത് എ ഫോക്കസ് ഓൺ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി. സൗന്ദര്യം അതിവേഗത്തിൽ പാഞ്ഞില്ലാതായി പോവുകയാണ്. ആൻഡ് ദ പവർ ഓഫ് സൗണ്ട് ആൻഡ് എക്കോസ്. ശബ്ദങ്ങൾക്കും പ്രതിധ്വനികൾക്കും ഓർമ്മകളെ ഉണർത്താനായിട്ട്, ഹൃദയത്തിൽ നിന്ന് ഉണർത്താനായിട്ട് കഴിവുണ്ടെന്നും പറയും. Splendor Falls is a short poem by Alfred Lord Tennyson written in 1848. അത് 1848 അദ്ദേഹം എഴുതിയത്. ആൻഡ് ഇൻക്ലൂഡിങ് ഇൻ ഹിസ് 1850 വർക്ക്. അദ്ദേഹത്തിന്റെ 1850 കൃതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ പ്രിൻസസ് എന്ന കൃതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടെനിസൺസ് വേഴ്സ് റിഫ്ലെക്ട്സ് ഓൺ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് സ്പ്ലെൻഡർ. പ്രഭയും പ്രൗഢിയും ഒക്കെ അതിവേഗത്തിൽ പാഞ്ഞില്ലാതായി പോകും. അവയുടെ ആ സ്വഭാവം അങ്ങനെയാണ് എന്നാണ് ഈ വരികൾ നമ്മളോട് പറയുക. സജസ്റ്റിംഗ് ദാറ്റ് ബ്യൂട്ടി ലൈക്ക് എ വാട്ടർഫോൾ. സൗന്ദര്യം ഒരു വെള്ളച്ചാട്ടം പോലെ കുതിച്ചു ചാടി ഒഴുകുന്ന ഒരു കാലം ഉണ്ടാവും. വിൽ ഇവഞ്ച്വലി റൺ ഡ്രൈ ആൻഡ് ഡിസപ്പിയർ. ഒടുവിൽ അത് വരണ്ടില്ലാതാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇൻ ദിസ് വേ, ഇങ്ങനെ ദിസ് പോയം സെർവ്സ് നോട്ട് ഓൺലി ആസ് എ മെഡിറ്റേഷൻ ഓൺ ദ ടെമ്പററി നേച്ചർ ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ആ ടെമ്പററി നേച്ചറിനോടുള്ള ധ്യാനാത്മകമായ ചിന്ത മാത്രമല്ല, ബട്ട് ഓൾസോ ആസ് എ ഡിസ്കഷൻ ഓഫ് സ്പ്ലെൻഡർ. പിന്നെയോ
സ്പ്ലെൻഡറിന്റെ ഡിസ്കഷനും കൂടി അവിടെ നടക്കുന്നുണ്ടെന്നർത്ഥം. അതായത് പ്രൗഢിയുടെ ചർച്ചയും കൂടി നടക്കുന്നുണ്ട്. ഇൻ സോ ഡൂയിങ്, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദ പോയം ഇമ്പാർട്സ് ടു ദ റീഡർ എ സെൻസ് ഓഫ് മെലങ്കളി. കവിത വായനക്കാരനിൽ ഒരു ബഹുമാനം ഉണർത്തുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്, മെലങ്കളി ഉണ്ടാക്കുന്നുണ്ട്, ശോകാർദ്രത ആൻഡ് കണ്ടംപ്ലേഷൻ, അതുപോലെ തന്നെ ഒരു ആത്മസംതൃപ്തിയും ഉണർത്തുന്നുണ്ട്.